ഒരുപാട് പ്രേക്ഷകർ ഈ ബാർക്ക് റേറ്റിംഗുമായി ബന്ധപ്പെട്ട് താങ്കൾ അഭിപ്രായം പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അഭിപ്രായം പറയാതിരിക്കേണ്ട കാര്യമില്ല. അതൊരു നിയമവിഷയമായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഞാൻ എം ഡിയുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാം. ഒന്ന്, നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് റിപ്പോർട്ടർ TV. അതൊരു വ്യാജ വാർത്ത മാത്രമല്ല, അത് വ്യാജരേഖ ചമച്ചുകൊണ്ടുള്ള വ്യാജ വാർത്തയാണ് എന്നാണ് നമ്മളുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്. വളരെ താമസിയാതെ അതുമായി ബന്ധപ്പെട്ടൊരു അപ്ഡേഷൻ പ്രേക്ഷകരിലേക്ക് എത്തും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ്. രണ്ടാമത്തത്, ഈ റേറ്റിങ്ങിനെ നിശ്ചയിക്കുന്നത് എൻ്റെ അറിവിൽ പെട്ടിടത്തോളം അത് വാർത്തയ്ക്ക് ആൾ കാണാനുണ്ടെങ്കിൽ റേറ്റിംഗ് ഉണ്ടാകും, വാർത്തയ്ക്ക് ആൾ കാണാനില്ലെങ്കിൽ റേറ്റിംഗ് ഉണ്ടാവില്ല. ഇത്ര മാത്രമാണ്, വളരെ സ്ട്രെയിറ്റ്. അതിന് വാർത്തയെ എടുക്കാൻ വേണ്ടി ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടതുണ്ട്. ഞങ്ങളുടെ റിപ്പോർട്ടറിലെ എഡിറ്റോറിയൽ ടീം അംഗങ്ങൾ, നമ്മുടെ ജേർണലിസ്റ്റുകളും വീഡിയോ ജേർണലിസ്റ്റുകളും നമ്മളുടെ ഡ്രൈവർമാരടക്കം, നമ്മളുടെ സാരഥിമാരടക്കം അഹോരാത്രം പണിപ്പെട്ട് ആണ് ഈ വാർത്തകൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് തരുന്നത്. അവരുടെ മൊറയിലിനെ തൊടുന്നതൊന്നും എഡിറ്റോറിയൽ ടീമിൻ്റെ ചുമതലയുള്ളയാളെന്ന നിലയിൽ പറയുന്നു നമ്മൾ അനുവദിക്കില്ല. അതുകൊണ്ട് കർശനമായി തന്നെ നേരിടാനാണ് തീരുമാനം. വാർത്ത ശരിയാണെങ്കിൽ വാർത്തയ്ക്കൊപ്പം, അതല്ല വ്യാജ വാർത്തയും വ്യാജരേഖയുമാണെങ്കിൽ അതിനെതിരെ ശക്തമായ നിയമ നടപടി ഉണ്ടാവും എന്നത് മാത്രമല്ല, അതിനെ നേരിടാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ആ വിവരം കൂടി പ്രേക്ഷകരിലേക്ക് അറിയിച്ചിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് വാർത്തകൾ വരും, ഇങ്ങനെ ഒരുപാട് അറ്റാക്കുകൾ വരും. എല്ലാ ആക്രമണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണല്ലോ എല്ലാവരും മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് മാധ്യമ മേഖലയിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത വാർത്തകൾ വരുമ്പോൾ ആക്രമിക്കുക, ഇഷ്ടമുള്ള വാർത്തകൾ വരുമ്പോൾ നമ്മളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിനോടൊന്നും നമ്മൾ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള സഹാനുഭൂതിയോ ഒരു പരിധിയിൽ കവിഞ്ഞുള്ള ആസ്വാദനമോ ഒന്നും നമുക്കുണ്ടാവുന്നതല്ല.